എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിത് ഓവനും ബീറ്ററൊന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആരംഭിക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. മറ്റൊന്നുമല്ല, പലർക്കുള്ള സംശയമാണ് ഇതിൻ്റെ അളവ് പാത്രം എങ്ങനെ എടുക്കണം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ബൗൾ കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു ബൗളിൻ്റെ അളവ് പറയുന്നത് 100 ഗ്രാമാണ്. അതായത് പഞ്ചസാര പൊടിച്ചതും മൈദമാവൊക്കെ എടുക്കുന്നത് 100 ഗ്രാമാണ് ഇതിൻ്റെ അളവ്. ഈ ഒരു അളവിലാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ. അതിൽ ഞാൻ ഇതേപോലെ പറയുന്നുണ്ട് ഈ ഒരു ബൗളിൻ്റെ അളവ് 100 ഗ്രാമാണ്. ആ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ളൊരു ബൗൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ബൗളിൽ കാണിക്കുന്നത്. ഞാൻ ഇതുപോലെ ഈ ബൗളിലുള്ള അളവ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ. അത് പലരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. ദയവായി അത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എങ്കിലും ഞാനിതിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിലും ഞാൻ മൈദമാവാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു അളവാണ് 100 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത്. ഇത് ഞാൻ അരിച്ചു വെച്ചിട്ടുള്ള മൈദമാവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അരിക്കണില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈദമാവൊക്കെ എടുക്കുമ്പോൾ 1-2 വട്ടം നമ്മൾ അരിച്ചിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്കിപ്പോൾ ഇത് ആഡ് ചെയ്യാണ്. സ്പൂണിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു അളവാണ്. ടേബിൾ സ്പൂണിൻ്റെ അളവ് ഇതാണ്. നമുക്കിനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്, ബേക്കിംഗ് സോഡ അല്ല. ബേക്കിംഗ് സോഡ എടുക്കണവർക്ക് അത് ചെയ്യാം. ഞാൻ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യണത്. അത് ഞാനിതിലേക്ക് അരിച്ച് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഉപ്പും ഞാൻ ഇതേപോലെ തന്നെ ഇതിൽ അരിച്ച് ചേർക്കുകയാണ്. നമ്മുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര, മുട്ട ഇതെല്ലാം ആവശ്യമുണ്ട്. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാവും ഒത്തിരി നല്ലത്. ഞാൻ ഒരു 100 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഞാനതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിനുശേഷം ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. ഞാൻ ബീറ്ററൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്യണത്, മിക്സിയുടെ ചെറിയ ജാറിലാണ് ചെയ്യണത്. നമുക്ക് നല്ല ക്രീമി ആയിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്രീം കളറായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ജാറിൽ അടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ബീറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ എടുക്കാവുന്നതാണ്. ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മൈദമാവും മറ്റും ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി സ്പീഡിൽ മിക്സ് ചെയ്യരുത്. നമുക്ക് മെല്ലെ മിക്സ് ചെയ്ത് കറക്റ്റാക്കാം. ഇത് മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് വെള്ളക്കുറവ് തോന്നുകയാണെങ്കിൽ അതിലേക്ക് പാലോ തൈരോ നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം. അതിനിപ്പോൾ ഇത്ര കണക്കൊന്നുമില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്യണത്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ തട്ടിലാണ് ഞാൻ കപ്പ് കേക്കുകൾ തയ്യാറാക്കുന്നത്. വാനില കപ്പ് കേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിരുന്നു. ഇതേപോലെ ഉണ്ണിയപ്പത്തട്ടിലൊക്കെ വെച്ചിട്ട്. കാണാത്തവ ദയവായി കാണണം. നമുക്കതിനായിട്ട് ഈ തട്ടിൽ എണ്ണ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യാനുസരണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി കേക്കുകളുടെ വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇത് കപ്പ് കേക്കായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് പ്ലം കേക്കായിട്ട് എടുക്കാവുന്നതാണ്.
അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ സ്റ്റീം ചെയ്ത് എടുക്കാം. അതിൻ്റെയും ഒരു വീഡിയോ ഇട്ടിരുന്നു, ദയവായി എല്ലാവരും കാണണം. എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാൻ പാടുള്ളൂ. ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമുക്കിനി ഇത് കത്തിച്ച് വേവിക്കാം. ഇപ്പോൾ ഇതൊരു 4 മിനിറ്റ് കഴിഞ്ഞു. ഇത് വെന്ത് കറക്റ്റായിട്ടുണ്ട്. മറിച്ചിടണമെന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് മറിച്ചിട്ടിരിക്കുന്നത്. ഞാനിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിങ്ങനെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് ഗനാഷ് ചെയ്തിട്ട് കഴിക്കാം. ചോക്ലേറ്റ് സിറപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവ ദയവായി അതൊന്ന് കാണണം. അതിനുശേഷം ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം. പക്ഷെ ഞാനിത് ചെയ്യുന്നത് അങ്ങനെയല്ല, കേക്കിൻ്റെ കപ്പിൽ ഫില്ല് ചെയ്തിട്ടാണ് ഞാനിത് തയ്യാറാക്കി നിങ്ങൾക്ക് കാണിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി, ഓപ്ഷനിലാണ്, എങ്കിലും ഞാനത് കാണിക്കുന്നതേ ഉള്ളൂ. ചോക്ലേറ്റ് സിറപ്പും ഫ്രഷ് ക്രീമും കൂടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊക്കോ സ്പ്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചും ഇത് ചെയ്യാൻ വളരെ ടേസ്റ്റാണ്. ഇതിനിപ്പോൾ 30% ഓഫൊക്കെ ഉണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് വാങ്ങിക്കാൻ പറ്റുന്നവർ ഇത് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കാം. ഈ കപ്പ് ഒത്തിരി വലുതായതുകൊണ്ട് ഒരു കേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഫില്ലാവില്ല. അത് കാരണം ഞാനിവിടെ കേക്ക് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് പൊടിച്ചത് ഇട്ട് നമ്മൾ കേക്ക് വെച്ച് ഇത് ക്രീം ഗനാഷ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 1-2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അങ്ങനെ തണുപ്പിച്ചെടുത്തതാണിത്. നമുക്കങ്ങനെ ചെയ്യാനായിട്ട് ആരംഭിക്കാം. നമ്മുടെ കേക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.